Yeah, yo, what is hip hop? Come on, forensic. So, let's go. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പ മാഷിടെ പിന്നില് പൊടിവാരി ഇട്ടപ്പോ തുരുദൂരെ ചൊറിഞ്ഞപ്പോ കൈകൊട്ടി ചിരിച്ചിട്ട് കൂട്ടം കൂടിയിട്ട് കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. കാലം കുറെ കഴിഞ്ഞതല്ലേ, ഒളജി പോണതല്ലേ, ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടിയ റോസിക്കുട്ടി സലാം സലാം. റോസിക്കുട്ടി ചിരിച്ചു ചേട്ടാ, മനമാകെ കൊടുത്തു കേട്ടാ. എന്നാലും 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 കുരുത്തം കെട്ടവൻ. Kulikita kati, kulikita kata. Kulikita kati, kulikita ka. സുറുക്കറുക്കാമക്ക മുഴം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാറ്റിറ സോമാറി ജമാക്കിറായ. പിസ്താസ് മാറ്റിറ സോമാറി ജമാക്കിറായ. സുറുക്കറുക്കാമക്ക മുഴം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാറ്റിറ സോമാറി ജമാക്കിറായ. പിസ്താസ് മാറ്റിറ സോമാറി ജമാക്കിറായ. ടമാലേ ടമാ 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 ടമാലേ ടമാ ടനക്കനക്കന ഡേ ഡേ ടസ്കനക്കന ഡേ ഡേ ടണ്ടനക ടനകനക ഡേ 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 ഡേ. Hi, ladies and gentlemen, in the history of all the comedy shows, today we are going to set a milestone that you have ever seen. Dear audience, you will be witnessing a totally different show with all the superstars of comedy. We promise we will be mesmerized. We promise that you will be mesmerized in the symphony of music, dance and lot of entertainment. So I welcome you all to the most amazing comedy show ever happened in the history of entertainment. അഹങ്കാര ആങ്കറാന്ന് നമ്മുടെ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ ദുബായിൽ നിന്ന് വന്നത് ആർജയാണ്. ഓ പേരും കൂടെ പറയാത്തോണ്ടേ ഉള്ളൂ. പേര് അശ്വതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എല്ലാം കൈകാര്യം ചെയ്തല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. എനിക്ക് അങ്ങനെ പറ്റിയൊരു ആങ്കർ നോക്കി നടക്കാം. ഇത് ഓക്കെയാണ് കേട്ടോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ചേട്ടാ, ഇനി ഇവിടെ ഇംഗ്ലീഷ് വേണ്ട. അതെന്താ? ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം, ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതിലും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് ഇംഗ്ലീഷ് സംസാരിപ്പിക്കില്ല. കാരണം ഈ ആങ്കർമാരുടെ ജന്മാവകാശമാണല്ലോ ഇംഗ്ലീഷ് സംസാരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോ കൊച്ചിയിൽ ഒരു ഈവനിങ്ങിൽ ഒരു ഷോ വന്നു കഴിഞ്ഞാൽ ഉടനെ ആങ്കർമാർ പറയും ഹായ് ഗുഡ് ഈവനിങ് കൊച്ചി. അത് കഴിഞ്ഞിട്ട് നേരെ ദുബായിൽ ചെന്നാൽ അവിടെ ഇതുപോലെ തന്നെ പറയും ഹായ് ഗുഡ് ഈവനിങ് ദുബായ്. ഈ ആങ്കർമാരെല്ലാം വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നതോ ജീവിതമാണ്, നാട്ടിക്കരുത്. ശശി പാലരുവട്ടം ശശി. പ്രിയമുള്ളവരെ, തികച്ചും കാലിക പ്രസക്തിയുള്ള ഒരു ഹാസ്യ കലാവിരുന്നാണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. അശ്വതിക്ക് ഇത് എന്ത് പറ്റി? അല്ല, ഇംഗ്ലീഷ് പറയാൻ ചേട്ടാ സമ്മതിക്കൂലല്ലോ. അയ്യോ, അശ്വതി ഇംഗ്ലീഷിലൊക്കെ മിക്സ് ചെയ്ത് പറഞ്ഞോ. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് കരുതി. ഡിയർ ഓഡിയൻസ്,
ഒരു ഫുള്ളി ഫൺ പാക്ഡ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ഷോ ആണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഈ ഷോയെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? അയ്യോ കർത്താവായ ഈശോയെ കുറിച്ച് ഞാൻ എന്തോന്ന് പറയാ? കാനായിലെ കല്യാണത്തിനും വെള്ളം വീഞ്ഞാക്കിയവനല്ലേ ഈശോ. അയ്യോ ഈ ഷോയെ കുറിച്ചല്ല, ഈ ഷോയെ കുറിച്ച്. ഈ ഷോയെ കുറിച്ച് മലയാളികൾക്കായി ഫ്ലവേഴ്സ് TV ഒരുക്കുന്ന തികച്ചും വ്യത്യസ്തമായ സൂപ്പർ ഡ്യൂപ്പർ കോമഡി ഷോയാണ് ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ആദ്യ ദിവസം നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളികളുടെ ജനപ്രിയ നായകൻ ദിലീപാണ്. ദിലീപേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ല ഇൻട്രൊഡക്ഷൻ. ആകെ കൺഫ്യൂഷനായി ഇൻട്രൊഡക്ഷൻ തന്നെ. പക്ഷെ ഡാൻസ് നന്നായിരുന്നു. ചേട്ടന് ഫുൾ എന്താ കളിക്കാത്ത? ഡാൻസ് എങ്ങനെയാണ്? അല്ല, അവിടുന്ന് പ്ലാൻ ചെയ്തു ഡാൻസ് കളിച്ചു വരണോന്ന്. ഞാൻ സിനിമയിൽ തന്നെ എങ്ങനെ ഡാൻസ് ചെയ്ത് ബലിപ്പിക്കണമെന്ന് എനിക്ക് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന ദൈവങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ചേട്ടനെ ഡാൻസ് കളിക്കാൻ വിളിക്കുമ്പോ ഇപ്പൊ വേണോ, അടുത്ത ഷോട്ടിന് പോരെ? നാച്ചുറൽ, കാരണം ഇത് എങ്ങനെയും കളിക്കണം. ഇതൊരു അനുഗ്രഹീത കലയാണല്ലോ ഈ ഡാൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മള് ദൈവമേന്ന് വിളിച്ചിട്ട് അതങ്ങനെ ഒരു കണക്കിന് ഒപ്പിച്ചു തരും. അപ്പൊ വരുന്ന വഴിക്ക് ഞാനത് കയറി കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവര് നന്നായി കളിക്കുന്നുണ്ട്, അതിന്റെ കൂടെ അങ്ങോട്ട്. പക്ഷെ എന്നാലും അവസാനമായിട്ട് ആ എൻഡ് പഞ്ചായാലും വന്നിട്ട് ഗംഭീരമായിട്ട് ചെയ്തു, നമുക്കിഷ്ടമായി. നിക്കണതാണ് ഇങ്ങനെ നിന്നല്ലേ ഇങ്ങനെ അവസാനം വന്നിട്ട് ഡാൻസിനെ കുറിച്ച് കൂടുതലൊക്കെ എനിക്ക് ഡാൻസിനെ കുറിച്ച് അറിയാം. ഇവരും എന്നോട് പറഞ്ഞതാണ് ഡാൻസ് കളിച്ച് വേണം, ഇങ്ങനെ ഒരു വലിയ ജോലി എടുത്ത് എന്റെ വണ്ടയിൽ വെച്ചു. ഞാൻ നൈസായിട്ട് പറന്നിറങ്ങി ഇങ്ങ് വന്നു, ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ എന്ന് വെച്ച് ഡാൻസിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ടൊക്കെ അറിയാം. ഡാൻസിനെ കുറിച്ച് കാര്യം ഇപ്പോ ചേട്ടന്റെ കൂടെ തന്നെ പല സിനിമകളിലും ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് എല്ലാവരും മാസികകളിലൂടെയൊക്കെ വായിച്ചായിരിക്കും, കസിൻസ് എന്ന സിനിമയില് 1 കോടി രൂപയാണ് ഒരു പാട്ടിന് എടുക്കാൻ ചിലവായത്. അതിൽ ഞാൻ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതിന് ചിലവായത് 1 കോടി രൂപയാണ്. വൈശാഖും അതിന്റെ ഡയറക്ടറായ വൈശാഖ് രാജൻ, ഇവര് രണ്ടുപേരും വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത്. സുരാജ് അതിഗംഭീരമായി അതിൽ ഡാൻസ് ചെയ്തു. കാരണം ഓരോ ഷോട്ടും ഒരുപാട് ടേക്സ് എടുത്ത് 3 ദിവസം പ്ലാൻ ചെയ്ത് 7 ദിവസം അങ്ങനെ 1 കോടി രൂപയായി. ഇതാണ്, ഞാനൊന്നും പറയുന്നില്ല, എന്നെ വിട്ടേക്ക്. അതെ, എന്തായാലും ഡാൻസിനെ കുറിച്ച് ആധികാരികമായിട്ടെങ്കിൽ അല്ലെങ്കിലും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ശരി, ഇപ്പോ ക്ലാസിക്കൽ ഡാൻസ് കളിക്കുമ്പോ അതിന്റെ മുദ്ര അറിഞ്ഞിട്ടാണോ കേറി നീ അഭിപ്രായം പറയണേ? അല്ല, അതിപ്പോ ഈ ക്ലാസിക്കൽ ഡാൻസ് നടക്കുമ്പോ 90% ആൾക്കാരും മുദ്രയൊന്നും കണ്ടിട്ട് ഒരു കാര്യം അറിയില്ല. വെറുതെ ഫ്രണ്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതിന് കാരണമുണ്ട്. കാരണം നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ട് ഒരു കുട്ടി നിന്നിട്ട് നേരെ ഈ ഫ്രണ്ടിലിരുന്ന് ഒന്നും അറിഞ്ഞൂടെയായിരിക്കും. പക്ഷെ എങ്ങനെ പറയണം, തെറ്റുകൾ പറയാം. ഈ മുദ്ര തെറ്റി എന്ന് പറയാൻ മടിച്ചിട്ട് ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്കിൾ, സൂപ്പറായിരുന്നു, നന്നായിട്ട് കളിച്ചു കേട്ടോ, അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല എന്ന് പറയും. ഡാൻസിനെ കുറിച്ചാണ് എനിക്കറിയാം. പിന്നെ ക്ലാസിക്കൽ വെസ്റ്റേൺ ഡാൻസ്, ക്ലാസിക്കൽ ഉണ്ട്. അതിനെ വേർതിരിച്ച് പറയാം. ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാണികളുടെ എല്ലാം മനസ്സിളക്കും. വെസ്റ്റേൺ ഡാൻസ് എന്ന് പറഞ്ഞാൽ ആ കളിക്കുന്നവന്റെയൊക്കെ ശരീരം ഇങ്ങനെ ഇളക്കം, ഫുൾ ഇളക്കം, കറണ്ട് അടിച്ച മാതിരി. ഈ ഡാൻസില് മൂൺ വാക്ക് അറിയോ? ഡാൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. വളരെ കഷ്ടപ്പാടാണ് മൂൺ വാക്ക്. അറിയോ? മൂൺ വാക്ക് ഒന്നും ആവശ്യമില്ലാതെ ഡാൻസിനെ കുറിച്ച് പറയുകയും ചെയ്തു. മൂൺ വാക്ക് ഇപ്പൊ കാണിച്ചു തരാം. മൂൺ വാക്ക്. മൂണെന്ന് പറയുന്നത് ചന്ദ്രൻ, വാക്ക് നടത്താം. മൂൺ വാക്ക് ഒന്ന് കാണിക്കോ? കാണിച്ചു തരാം. റെഡി? ഹലോ, എന്താണ്? ഇല്ല, നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ചന്ദ്രൻ എങ്ങനെയാ നടക്കുന്നത്? ആ ചന്ദ്രനെ നടത്തുമല്ല ഇത് മൂൺ വാക്ക്. മൈക്കൽ ജാക്സൺ ഒക്കെ ചെയ്യുന്നതാണ് മൂൺ വാക്ക്. മൈക്കൽ ജാക്സൺ ചെയ്യുന്ന മൂൺ വാക്ക് ഇപ്പോ ദിലീപേട്ടൻ നമ്മൾക്കായിട്ട്, പ്രത്യേകിച്ച് എനിക്കായിട്ട് റെഡി. ഞാൻ മൂൺ വാക്ക് കയ്യടി കൊടുക്ക.
കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ കളിയാക്കരുത്. അതായത് നാട്യശാസ്ത്രത്തിൽ ഭരതൻ എസ് ഐ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഭരതൻ എസ് ഐ, ഭരതമുനി. ഭരതം എസ് ഐ ആയാലും സി ഐ ആയാലും മുനി ആയാലും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അങ്ങനെ കളിയാക്കാൻ പാടില്ല. അത് പോട്ടെ, അങ്ങനെ കളിയാക്കണ്ട. ഞാനിത് കളിച്ച് കാണിച്ചു. മൂൺ വാക്ക് വളരെ ഈസിയാണ്. ഇതാ എല്ലാവരും ഒന്ന് എനിക്ക് കൈയടി. കാര്യമുണ്ടപ്പ, ഇതെല്ലാം ഞാൻ ചെയ്യാത്തത്. പറ്റാത്ത പഠിക്കുന്നത് ചിരിക്കണ്ട. ഞാൻ പറഞ്ഞു സത്യം വേണ്ടായിരുന്നു. ഓക്കെ ദിലീപേട്ട, അടുത്ത് ഞാൻ ചോദിച്ചോട്ടെ. ഈ മിക്ക ആർട്ടിസ്റ്റുകളുടെയും പേരിനോടൊപ്പം ഒരു വാല് കാണും. ഉദാഹരണത്തിന് കലാഭവൻ മണി, പിന്നെ കലാഭവൻ ഷാജോൺ, സുരാജ് വെഞ്ഞാറമൂട്, ഹരിശ്രീ അശോകൻ. എന്താണിത്? ചേട്ടന് മാത്രം എന്താ ഈ വാലില്ലാത്ത? നമ്മളൊക്കെ വേറെ കാറ്റഗറിയാ. മനസ്സിലായില്ല? ഒന്നും വിചാരിക്കരുത്. ഇല്ലില്ല. ഇപ്പോ നമ്മള് മലയാള സിനിമയുടെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യൻ, നസീർ, മധു, വിൻസെന്റ്, സുധീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുറെ പേരിങ്ങോട് വരുമ്പോഴേ, പിന്നെ കമലഹാസൻ, അമിതാഭ് ബച്ചൻ, വെറുതെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കൂടിപ്പോയ അഹങ്കാരമാണെങ്കിൽ പൊറുക്കണമേ. കാരണം എനിക്ക് ജീവിക്കണ്ടേ, പിടിച്ചിരിക്കണ്ടേ ഇവിടെ. എന്തായാലും അതെനിക്ക് ഗംഭീരമായിട്ട് ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നെന്ന് എനിക്ക് തോന്നി. എന്നെ പോലുള്ള കുറെ ആൾക്കാർക്ക് മാത്രം. ഞാനൊരു കാര്യം പറഞ്ഞതെന്നറിയാമോ, നമ്മളിപ്പോ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ നാട്ടില് സുരാജ് എന്ന് പറഞ്ഞ ഒരാള് കേറി ഹിറ്റായി. വെഞ്ഞാറമൂടിന്റെ അഭിമാനം, സുരാജ് ഫ്രം വെഞ്ഞാറമൂട്. ഇനി നീ കുഴപ്പമായിരുന്നെങ്കിൽ ഈ വെഞ്ഞാറമൂട് നീ നശിപ്പിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളെന്തിനും റിസ്ക് എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത്. എന്തെങ്കിലും കുഴപ്പമില്ല, നാട്ടുകാർക്ക് പേരുദോഷം വരാൻ പാടില്ല. ഞാൻ അത് ആലോചിച്ചിട്ടാണ് കൂടെ വാല്. ഇപ്പൊ ചേട്ടന്റെ സിനിമകളുടെ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കതിനും ശ്രീകൃഷ്ണന്റെ പര്യായ പദങ്ങളാണ്. ഉദാഹരണത്തിന് ഉണ്ണി, മാധവൻ, ഗോപാലകൃഷ്ണൻ. എന്താണ് ഇതൊക്കെ? അല്ല, ഇതല്ലാണ്ട് ഒരുപാട് പേരുകൾ വേറെ ചെയ്തിട്ടുണ്ട്. വേറെ ഇപ്പൊ ഉള്ള കൃഷ്ണൻ അങ്ങനെയുള്ള പേരുകൾ വന്നു. പിന്നെ ഇപ്പൊ ഞാൻ രാമനാണ്, മര്യാദരാമൻ. മര്യാദരാമൻ. അപ്പൊ ശ്രീകൃഷ്ണൻ ഇതിനു മുമ്പ് ഒരു കല്യാണരാമൻ വന്നിട്ടുണ്ട്. അതെ, രാമനും കൃഷ്ണനും എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനിയുണ്ട് ദിലീപേട്ടന്റെ സിനിമകളുടെ സവിശേഷതകൾ. പ്രത്യേകിച്ച് പേരിന്റെ അവസാനം, സിനിമയുടെ പേരിന്റെ അവസാനം ഇന്നിലായിരിക്കും അവസാനിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, കഥാവിശേഷൻ, കാര്യസ്ഥൻ, രസികൻ, സൂത്രധാരൻ, മിസ്റ്റർ മരുമകൻ, മായപ്പൊന്മാൻ, പടനായകൻ, വില്ലാളി വീരൻ, ശൃംഗാലവേരൻ, നാടോടി മന്നൻ, ക്രൈസി ഗോപാലൻ, കുബേരൻ, പട്ടണത്തിൽ സുന്ദരൻ, ഉദയപുരം സുൽത്താൻ, മര്യാദ രാമൻ. ഇവൻ മര്യാദ രാമൻ അതുവരെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുണ്ട് മര്യാദ രാമന്റെ വിശേഷങ്ങൾ. ഈ പേരിനൊക്കെ ഇൻ ചേർക്കാൻ കാരണം എന്താണ്? ഇൻ ചേർക്കാൻ ഇത് ബോധപൂർവം ഇൻ കയറ്റിയതൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചെറുപ്പം മുതലേ സിനിമയിൽ ഇന്നാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാം അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് എന്നെ വീണ്ടും ഫോളോ ചെയ്തു. ഇപ്പൊ എന്തായാലും ഇന്നായി, സിനിമയിൽ ഇന്നായി, വിൻ ചെയ്ത നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ഇനിയുമുള്ള വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. അതിന് തൊട്ട് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, പിന്നെ നമ്മുടെ ഇവൻ മര്യാദരാമന്റെ വിശേഷങ്ങളൊന്ന് പറഞ്ഞു. ഇവൻ മര്യാദരാമനില് സുരാജ് അഭിനയിച്ചില്ലെങ്കിലും അതിൽ അഭിനയിച്ച ഒരു സൈക്കിളിന് സുരാജിന്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്. ആ ദിലീപേട്ടന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അതിൽ 2 ഡയലോഗ് ഒന്ന് പറഞ്ഞു. തിരുവനന്തപുരം ഭാഷ. തള്ളേ, അപ്പൊ അറിയാല്ല, ഇത് എന്റെ പേരെന്തരാണെന്നറിയാ? ഈ സൈക്കിളിന്റെ പേര് ഹെർക്കുലീസ്. ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവൻ മര്യാദരാമൻ. ശരിക്കും എൻ്റെ വൈഫൊക്കെ പോയി കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഒരു ചെറിയ പേടിയുണ്ട്, കാരണം ദിലീപേട്ടന് നായക ഇമേജ് ആയതുകൊണ്ട് പിന്നെ ചിരിക്കേണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട്. പക്ഷെ ചെറിയൊരു പേടി എന്തോ വന്നു എന്ന് പറയും. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫില് ഫുൾ തമാശയും സെക്കൻഡ് ഹാഫില് ക്യാരക്ടറിന് ഭയമാണ് ഉണ്ടാവുന്നത്. ഭയത്തിന്റെ ഒരു ത്രില്ലറാണ്. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകള് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ്. കാരണം തമാശയും ത്രില്ലറുമാണ്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാമെന്ന് പറയുന്ന അതിൽ നിന്നുണ്ടാവുന്ന തമാശ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ആ സിനിമ പോകുന്നത്. തീർച്ചയായിട്ടും ഇനി കാണാത്തവരുണ്ടെങ്കിൽ, ചേട്ടാ എത്ര നേരം പ്രേക്ഷകർ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള സിനിമ ഇവൻ മര്യാദരാമൻ തന്നെ. അതിൽ ഞാൻ സമ്മതിച്ചു.
അപ്പോൾ നമ്മുടെ ദിലീപേട്ടനുമായിട്ട് ഇനിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അതുവരെ കുറച്ചു നേരം അവിടെ ഇരിക്കാം. വരുന്നില്ലേ? വരാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാം. സിനിമയിൽ ഭയങ്കര തിരക്കല്ലേ? അത്യാവശ്യം. അതെ, ഒരുപാട് ചാനൽസും പുതുതായിട്ട് വരുന്നു. ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ വന്നിരിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഗംഭീര സെറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കോമഡി അതെ, കോമഡി സൂപ്പർ നൈറ്റ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. ആദ്യ എപ്പിസോഡിലാണ് ചേട്ടൻ വന്നേക്കുന്നത്. അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു ചോദ്യം, ഒറ്റ ചാനലും വിടരുത് കേട്ടാ. വിടില്ല. കോമഡി സൂപ്പർ നൈറ്റ് ദിസ് മൈ പ്രോഗ്രാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് നമുക്ക് മറ്റൊരു പ്രിയ താരം കൂടി അതിഥിയായി എത്തുന്നു. മലയാളത്തിന്റെ യുവനായികമാരിൽ ഏറെ ശ്രദ്ധേയയായ നമിത പ്രമോദ്. கண்ணழகா காலழகா பொன்னழகா பெண்ணழகா எங்கேயோ தேடி செல்லும் விரலழகா இசைகள் கோர்த்து கொள்ளும் விதமழகா உயிரே உயிரே உனை விட எதுவும் உயிரில் பெரிதாய் இல்லையடி அழகே அழகே உனை விட எதுவும் அழகில் அழகாய் இல்லையடி. നമിതേ, നമിച്ചു കഴിഞ്ഞു. താങ്ക് യു. കാര്യം ഗംഭീര ഡാൻസ് ആയിരുന്നു. കാരണം വന്നിട്ട് റിഹേഴ്സലിന് വേണ്ടി വെറും 2-3 മിനിറ്റ് മാത്രമേ നോക്കിയുള്ളൂ. ഉടനെ തന്നെ കയറിയിട്ട് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു. അടിപൊളി. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇനാഗുറേഷനാണ്. ആദ്യത്തെ സംരംഭമാണ് നമ്മുടെ. അപ്പോൾ എന്തായാലും ഈ ഉദ്ഘാടന വേളയിൽ തന്നെ ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് കുറേ നേരം ഇവിടെ കണ്ടുകൊണ്ടിരുന്നല്ലോ, എന്തു തോന്നുന്നു? ശരിക്കും കോമഡി സൂപ്പർ നൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒരു ഫസ്റ്റ് ലോഞ്ച് ഡേ തന്നെ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി. കാരണം നമ്മളിപ്പോ ഷോസിൽ കാണുന്ന തരത്തിലൊരു സെറ്റ് അല്ല. നമ്മളിപ്പോ ഒരു സഞ്ജയ് ലീല ബൻസാലിയിലെ ഒരു മൂവിയിൽ കാണുന്നതോ ഇപ്പൊ രാംലീല പോലത്തെ ഒരു മൂവിയിൽ കാണുന്ന ഒരു കംപ്ലീറ്റ് സെറ്റാണ്. പിന്നെ ഓഡിയൻസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓഡിയൻസ്, പിന്നെ ഇവിടെ വന്ന് പെർഫോം ചെയ്ത കലാകാരന്മാർ. നമുക്കറിയാം സിനിമയിലുള്ള ഒരുപാട് കലാകാരന്മാരാണ് ഇന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്തത്. അതും എന്താ പറയുക, ഫുള്ളി സ്കിൽഡ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി കോമഡി എന്ന് പറയാതെ പക്ഷെ അതിൽ എല്ലാ തരത്തിലുള്ള കോമഡിയുടെ കണ്ടന്റ്സും ഉള്ള ഒരു ഫുള്ളി എന്റർടൈനിങ് പ്രോഗ്രാം. അതെ, മിമിക്രി കലാകാരന്മാർ മാത്രമല്ല, ശരിക്കും ഇപ്പോഴും സിനിമയിൽ സജീവ സാന്നിധ്യമുള്ള 6-ൽ-പരം ടീമുകളാണ് ഇതിന്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്നാണ് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ്. അപ്പോൾ പുതിയ സിനിമ ഏതാണ്? പുതിയത് ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ചന്ദ്രേട്ടൻ എവിടെയാ. ചന്ദ്രേട്ടൻ എവിടെയാ? അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് എടുത്തൊക്കെ പറഞ്ഞു. അതില് കേൾക്കട്ടെ. ദിലീപേട്ടനാണ് നായകൻ. സുരാജേട്ടൻ. താങ്ക് യു. ഞാനും ഒരു ചെറിയ വേഷം അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അനുശ്രീ ഉണ്ട് എന്റെ കൂടെ. അതേ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസിലുള്ള ക്യാരക്ടറാണ് അനുശ്രീ ചെയ്യണത്. അങ്ങനെ കുറെ പേരുള്ള ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു ഫാമിലി എന്റർടൈൻ. അപ്പോൾ ചന്ദ്രേട്ടൻ എവിടെയാണ്? ചന്ദ്രേട്ടൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. ചന്ദ്രേട്ടന്റെ വിശേഷങ്ങൾ നമ്മൾ കൂടുതൽ കടക്കാം. അതുപോലെ തന്നെ നമ്മുടെ നമിത പ്രമോദിന്റെയും വിശേഷങ്ങൾ കൂടുതൽ നമുക്കറിയാം കുറച്ച് സമയത്തേക്ക്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്സ് എന്ന ഈ പ്രോഗ്രാമിൽ അണിനിരക്കുന്ന കലാകാരന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. ദിലീപേട്ട, നമിത, എല്ലാവരും റെഡിയല്ലേ? മിമിക്രി വേദിയിൽ അതുപോലെ തന്നെ സിനിമയിലും സജീവ സാന്നിധ്യം
ഉള്ള നമ്മുടെ 25-ൽ പരം കലാകാരന്മാരാണ്. അവർക്ക് ഓരോ ടീം ലീഡറുണ്ട്. എന്തായാലും ഓരോ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. എവിടെ പോടാ? അതൊക്കെ അവിടെ ഇരുന്നും കൊട്ടാ. പറയണ്ട. ആറ്റ് നോറ്റ് കിട്ടിയിരിക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടി ഭംഗിയാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് പൊളിക്കാന്ന്. ആ സുരാജേട്ടന്റെ കാല് പിടിച്ചിട്ട് പുള്ളി സമ്മതിച്ചേക്കനാണ് കേട്ടാ. തകർക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഗിറ്റാറിട്ട് തകർത്തിട്ട് അതിന്റെ കമ്പി പൊട്ടി മുമ്പിൽ ഇരുന്ന് മൈക്ക് തെറ്റാൻ കറങ്ങി അടിച്ച് മുമ്പിൽ വന്ന ഇവിടെ വായിച്ചോളാം. ഞാൻ തുറന്നില്ല. ഇനി ഞാനായിട്ടാ പരിപാടി കളഞ്ഞു. എന്റെ സുഹൃത്തെ അറിയാതെ കുത്തിയതാ മുഖത്തിട്ട്. നിനക്ക് ഇപ്പോഴും ഒരു കുറവില്ലേ? എടാ നിന്റെ ഈ അസുഖം മാറാൻ വേണ്ടിട്ട്, നിന്റെ ഈ പ്രാന്ത് മാറാൻ വേണ്ടിട്ടാ നമ്മൾ ഈ മ്യൂസിക് ബാൻഡ് തുടങ്ങിയേക്കണ. ചെറിയൊരു ബന്ധമുള്ളൂ. ഞാൻ നിന്നോളാം, കുഴപ്പമൊന്നുമില്ല. അതെ സാജു. അതെ നമസ്തേ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സൂപ്പർ നൈറ്റിൽ, കോമഡി സൂപ്പർ നൈറ്റില് നല്ല ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ അടിപൊളി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് നല്ല മ്യൂസിക്കാണ്, മ്യൂസിക് ട്രൂപ്പ്. അതായത് നല്ല പാട്ടുകൾ വേണം, അടിച്ചു തകർക്കാൻ. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചപ്പോ ഒരു ശശി എന്ന് പറയുന്ന ആള് പറഞ്ഞു നല്ല ട്രൂപ്പാണ്, ഇത് ബുക്ക് ചെയ്തോളാം. വീടിന്റെ അടുത്താ? ആ, മറ്റേ ഇരിങ്ങാല കവലയിലെ അവനല്ലേ ഓടിച്ചിട്ട് വെട്ടി കഴിഞ്ഞു. അതെ, എന്താ പറഞ്ഞേ? ശശി നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ ആണോ? അപ്പൊ ഗംഭീര പ്രകടനം എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും തെറ്റാനൊന്നും പാടില്ല, ഗംഭീരമായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഈ ബാൻഡിന്റെ പേരെന്താ? ബാൻഡിന്റെ അതിന് പേരില്ല. നമ്മൾ കടയിൽ പോയിട്ട് മഞ്ഞ കളറ് ചുമപ്പ് കളർ ചോദിച്ചു മേടിക്കുള്ളൂ. ഈ തലയിടുന്ന ബ്രാൻഡ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ട്രൂപ്പിനൊരു ബാൻഡ്, ഞങ്ങളുടെ സംഘത്തിന്റെ സംഘം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സംഘത്തിന്റെ അതിനൊരു പേരുണ്ടാവുമല്ലോ. തോപ്പുംപടി പാലം. തോപ്പുംപടി പാലം. അതെന്താ ഈ തോപ്പുംപടി പാലം? ഞാൻ പറയുന്നത് ഇപ്പൊ എന്തായാലും ന്യൂ ജനറേഷൻ അല്ലേ. അപ്പൊ ഈ തോപ്പുംപടി പാലം എന്നുള്ളത് മാറ്റിയിട്ട് ബ്രിഡ്ജ് ആക്കിക്കൂടെ? തോപ്പുംപടി ബ്രിഡ്ജ്. ഞാൻ നല്ലൊരു പേര് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. ശ്രീ ഹരിഹര വിലാസം മ്യൂസിക്. ഉടുപ്പി ലോഡ്ജിന് പോലും ഇടാൻ കൊള്ളാത്ത പേരാണ്. അതൊന്നും വേണ്ട, ഇത് തന്നെ നല്ലത്. തോപ്പുംപടി ബ്രിഡ്ജ്. മനസ്സിലായോ? അച്ഛനാണ്. അച്ഛൻ? അച്ഛനാണ്. നമസ്തേ. അപ്പൊ പക്ഷെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് അച്ഛനും ഇത് മോനുമായിട്ട് അതല്ല പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പ്രായം ഇത് അച്ഛനാണ്. മകനാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ മുടിയുടെ നര വെച്ചിട്ട് എനിക്ക് ഇതാ അച്ഛനായിട്ട് തോന്നുന്നു. അതല്ല അച്ഛനാണ്. അച്ഛൻ. അതെ, മകനാണ്. മകൻ. എനിക്ക് പിടിയിട്ടില്ല. എന്താ ഇത് സംഭവം? ഇത് അച്ഛനും അത് മകനും. നിങ്ങൾ ഈ ആക്ഷൻ മാറിപ്പോവുകയാണ്. അത് മാറരുത്. മകൻ. പിന്നെ എന്തിനാ ഇങ്ങനെ ചൂണ്ടറേ? അല്ല അതല്ല, ഞാൻ പറഞ്ഞ ശരിയാണ്. മകൻ മകനാണ്. അച്ഛനാണ്. നിങ്ങൾ ഇതിന് ഓപ്പോസിറ്റ് ആക്ഷനാ വരുന്നത്. അത് വേണ്ട. ഓക്കെ, അടിച്ച് പൊളിക്കണം, തകർക്കൂടാ. ഓക്കെ. നിങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം എവിടെയായിരുന്നു? എന്റെ അമ്മ, ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരുന്നു. തീർച്ചയായിട്ടും. കാര്യം ആദ്യത്തെ പ്രോഗ്രാം, ആദ്യം പോയ സ്ഥലം, ആദ്യത്തെ പെണ്ണ്, പ്രണയിച്ചിരുന്ന ആദ്യത്തെ പെണ്ണ്, അതൊന്നും ആർക്കും മറക്കാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ആദ്യം ചെയ്തിട്ട് ഒരു പാട്ടങ്ങ് പാടി, ജനങ്ങനെ കൈയടിക്കുക, നിർത്തലില്ല. അപ്പൊ ഞാൻ രണ്ടാമത്തെ പാട്ടും പാടി. അങ്ങനെ പാടി 8 പാട്ട് വരെ ആയപ്പോഴത്തേക്കും ജനം നിർത്തലില്ല. ഒരേ പാട്ടാണ് 8 പ്രാവശ്യം പാടി? അല്ല, വേറെ പാട്ട്. അവസാനം 8ാമത്തെ പാട്ട് ഞാൻ മുട്ടുകുത്തിയെന്ന് പറഞ്ഞ് എനിക്ക് എന്നെ കൊണ്ട് പാടിക്കുന്നത് ചോര തുപ്പെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വേദി അത്. ഓക്കെ, അതെന്തായാലും കലാകാരന്മാർക്ക് അങ്ങനെ ആദ്യത്തെ വേദി ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരിക്കലും പറ്റില്ല. ഓക്കെ, അത് എവിടെയാ സ്ഥലം? ഏതായിരുന്നു അത്? മറ്റേ എന്നാണോ, എവിടെയാണോ, മറ്റേ എവിടെയാ ഫസ്റ്റ് സ്റ്റേജ് ആരെങ്കിലും മറക്കുവാണോ? പൊട്ടനെന്നാലോചിച്ചു. അല്ല, ചിലർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇത് എന്നാണോ, ഏതാണോ, എവിടെ ഇരുന്നാ ചേട്ടാ നമ്മുടെ ഈ എന്നാണോ, എവിടെയാണോ? നല്ല ടീമാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ചെന്ന് ഇറങ്ങിയപ്പോ അവരെ കാല് മുറിഞ്ഞാണ്. എന്നിട്ട് ഒരു ഓർമ്മയില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണോ, എവിടെയാണോ,
അയ്യോ എന്നാണോ എവിടെയാടാ അയ്യോ ആ പറ. വേണ്ട 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 മതി. ഞങ്ങൾക്ക് 4 പേർക്ക് ഓർമ്മയില്ല. അവന് നല്ല ഓർമ്മയാണ്, പക്ഷെ അവന് വിൽക്കാണ് പറയാൻ പറ്റില്ല. ഇത് എങ്ങനെ വിൽക്കണേ? എന്താ എന്തിനാ എങ്ങനെ വിൽക്കണേ? വിറ്റാ നല്ല വില കിട്ടും, അതുകൊണ്ട് വിൽക്കണം. അത് വിൽക്കാനല്ലേ ഉദ്ദേശിച്ചേ? ഇങ്ങനെ എങ്ങനെയാ പുള്ളി ഇങ്ങനെ വിൽക്കണേന്ന്? അല്ല, അതവന് പറയാൻ അറിയാമെങ്കിൽ പിന്നെ ഇങ്ങനെ വിൽക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മെയിൻ സിംഗറാണ്. ഇയാളെങ്ങനെ പാടും? പാട്ടുകാരനാണ്. ഇയാള് വിൽക്കും വെച്ചിട്ട് പാടുവോ? പിന്നെ ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി, പിന്നെ ഫ്ലോയിൽ പൊക്കോളും. അപ്പൊ ഈ വിക്ക് വെച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ. ഒരു വാക്ക് കറക്റ്റ് ആയിട്ട് പറയും. ഏത് വാക്ക്? കൊക്കക്കോള. പറഞ്ഞടാ. ഇത് മാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷ് പാട്ടാകുമ്പോഴത്തെ അതിനകത്ത് യോ 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 ഇടണം. അത് അവനെ ഇട്ട് കാണിച്ചു കൊടുത്തേ. വിക്കാണെങ്കിൽ യോ മാത്രം കയറി വരും. ഞാൻ കാലേ ചവിട്ടിയില്ലേ? എന്റെയോ? ഇല്ല, എന്റെ കാലം ചവിട്ടിയില്ല. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നുമില്ല. ഇല്ല, എന്നെ തുപ്പിട്ടിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. അല്ല, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുകയാണ്. എന്താ ഇതിങ്ങനെ ഫ്രീക്ക് സ്റ്റൈലിലൊക്കെ? അത് ഫ്രീക്കൊന്നുമല്ല, ഷോക്ക് അടിപ്പിച്ചെങ്ങനെയാണ്. ഷോക്ക് അടിപ്പിച്ചപ്പോ മുടി ഇങ്ങനെ ആയിക്കണ. എന്ത് പറ്റി ഷോക്ക് അടിക്കാൻ? അച്ഛന് കുറച്ച് ഭ്രാന്തുണ്ട്. അച്ഛന് ഭ്രാന്താണെങ്കിൽ തന്നെ എന്തിനാ ഷോക്ക് അടിക്കണം? അതല്ല നിന്നെ വീട്ടിൽ അച്ഛന് ഭ്രാന്ത, അമ്മക്ക് ഭ്രാന്താണ്, ചേട്ടന് ഭ്രാന്ത. അല്ല, എങ്ങനെ അച്ഛന് ഭ്രാന്തായത്? അച്ഛൻ തെങ്ങേന്ന് വീണതാ. അപ്പൊ അമ്മയ്ക്കോ? അച്ഛൻ വന്ന് വീണത് അമ്മയുടെ തലയില. അങ്ങനെ 2 പേർക്കും ഭ്രാന്തായി കഴിഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെ വന്നു? ഒരു 6 മാസം അച്ഛനമ്മ ആശുപത്രി കിടന്നു. അവിടുന്ന് ആശുപത്രി പുറത്തിറങ്ങാതെ ചേട്ടൻ അവിടെ നിന്ന് നോക്കി. പിന്നെ പുള്ളി തിരിച്ചു വന്നപ്പോ പുള്ളി ബൈക്കിൽ കയറി ഹെൽമെറ്റിൽ വരെ കാലോട് തൂച്ചിട്ടാ പോയത്. പുള്ളിക്ക് ഭ്രാന്തായി. ഒന്ന് മാറിയായിരുന്നെങ്കിൽ മൊത്തം വീട്ടിലായിരുന്നു. ഞാനിപ്പോ തുപ്പില്ലേ? ഇല്ല, ഞാൻ തുപ്പില്ല. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, പിടികിട്ടി. ഇപ്പൊ ഫാമിലി ഏകദേശം എനിക്ക് പിടികിട്ടി. ഓക്കെ, നിങ്ങളുടെ ഇപ്പൊ അടിപൊളിയായിട്ട് പാടുമല്ലോ. തകർപ്പനായിട്ട് പാടും. എന്താണ് നിങ്ങളുടെ വെറൈറ്റി? വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഞങ്ങൾ അവസാന സ്റ്റേജ് വരെ തകർപ്പൻ പരിപാടികളാണ്. തകർപ്പൻ പരിപാടികൾ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. ഒന്നും മറക്കാൻ പറ്റില്ല. ഈ തകർപ്പനായിട്ട് കളിച്ച ആ സ്റ്റേജ് ഓർമ്മയുണ്ടല്ലോ, അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ തകർപ്പനായിട്ട് പെർഫോം ചെയ്ത അതേ പെർഫോമൻസ് ഇവിടെ ചെയ്യണം. അയ്യോ, അതൊരു തകർപ്പൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. മറക്കാനാവാൻ പറ്റാത്തൊരു അനുഭവമുള്ള സ്റ്റേജ് നമുക്കത്. അതെന്തായിരുന്നു? അതൊരു ഞങ്ങൾ ചങ്കിൽ വേദന തോന്നിയ സ്റ്റേജാ. സാധാരണ എല്ലാവരും പാടി മഴ വയ്ക്കുന്നത്, ഞങ്ങൾ മഴ തീർത്തിച്ച് പാടിച്ചു. അത്ര മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു അത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് എവിടെയായിരുന്നു ആ സ്റ്റേജ് വെച്ചാൽ? നമ്മുടെ എന്നാണോ എവിടെയാണോ എവിടെയാ ആരെങ്കിലും മറക്കുവോ? പിന്നെ സമ്മതിക്കണോട്ടാ. ആ സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ എന്നാണോ ഏതാണോ എവിടെയായിരുന്നാ എന്റെ ചേട്ടാ, നമ്മുടെ ഇതിന്റെ അപ്പുറത്ത് എന്നാണോ ടീമാണ് നീയൊക്കെ. ആ സ്റ്റേജ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ കേട്ടോ. അത് എന്നാണോ എവിടെയാണോ എവിടെയാടാ? മതി. അറിയാം ഇങ്ങോട്ട് ആ സ്റ്റേജിൽ അവിടെയാണ് ഞങ്ങൾക്ക് ആ സംഭവം ഉണ്ടായത്. ആ സ്റ്റേജിൽ ഓക്കെ, നിങ്ങൾ മെയിൻ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്നാ പെട്ടെന്ന് പറയും. അത് മറന്നുപോയത് അതാ പറയാൻ പറ്റില്ല. മറന്നുപോയി. ഇല്ല, മറന്നാലും പറഞ്ഞേ പറ്റൂ. ഇല്ല, മറന്നുപോയത്. മറന്നുപോയ കാര്യം ഇനിയിപ്പോ ഓർമ്മിക്കാൻ നിൽക്കില്ല. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്ത ആ പാട്ട്. അതായത് ചേട്ടാ, എല്ലാവരും വെറൈറ്റിക്ക് വേണ്ടിട്ട് പഴയ പാട്ടുകൾ എടുത്തിട്ട് റീമിക്സ് ചെയ്തിട്ട് പുതിയ സാധനങ്ങളാണ് എല്ലാ ബാൻഡുകാരും ഇറക്കണത്. ഞങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ സിനിമയിലെ ഹിറ്റ് ഡയലോഗുകൾ അത് പാട്ടാക്കിയിട്ട് ഞങ്ങൾ പാടും. സിനിമ ഡയലോഗുകൾ ഹിറ്റ് ആയിട്ടുള്ള സിനിമ ഡയലോഗ് എടുത്ത് പാട്ടാക്കും. അല്ല, അത് ഗംഭീരാണല്ലോ. അതല്ലേ വെറൈറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു ഡയലോഗ് പറയും, അത് നിങ്ങൾ പാടണം. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പാടി. NF വർഗീസിന്റെ ഒരു ഡയലോഗ് പറയും, ആ ഡയലോഗ് നിങ്ങൾ പാട്ടായിട്ട് ഇവിടെ പാടണം. ചേട്ടൻ പറഞ്ഞു. അടിച്ചതാരാടാ, ആണ്ടവനോ അതോ സേഠിയോ? അടിച്ചതല്ല, ചവിട്ടിയതാ, അതും ചൂസിട്ട കാലുകൊണ്ട്. മതി. ഇങ്ങനെ ഈ തുടങ്ങിയ ഡയലോഗ് അത്ര മതി. ഇത് ഡയലോഗ് ഇത്രയൊന്നും അല്ല, ഇതിന് മേലെ ഉണ്ട് ഡയലോഗ്. ശരി, ഈ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് വെച്ചിട്ട് ഞങ്ങളൊരു പാട്ടുണ്ടാക്കി ഇപ്പൊ തന്നെ പാടിത്തരാം. ഓക്കെ. എടാ, നമുക്ക് അതെ. അയ്യോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കുട്ടിയാ മതി. ഓക്കെ.
സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇനി അടുത്ത് ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല മക്കളെ, അത് പുതിയ കമ്പോസ് ചെയ്ത് വെച്ചേക്കേ. അത് ഉണ്ടോ? ശരി എന്നാ പോരട്ടെ. ഇത് മതി. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോ ഇതിന്റെ സംഘാടക സമിതിയിലുള്ള ആളായത് കൊണ്ട് തന്നെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നു, ഇനി എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള പെർമിഷൻ തന്നു. വൈകുന്നേരം വരെ പാടിക്കോളാം. അതിന് ആറ്റുവാൽ പൊങ്കലൊന്നും അല്ലല്ലോ, അത്രയൊന്നും വേണ്ട. നമുക്ക് ആ ഉള്ള കുറച്ച് ടൈം മതി. നമ്മൾ പറയുന്ന ടൈമിന് വരിക, പാടുക, പോവുക. വെളിയിൽ പാടാലോ, പിന്നെന്താ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ ഫാമിലിയിൽ 2 പേരുണ്ട്. അപ്പൊ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? സുഖമായിട്ട് വീട്ടിലിരിക്കല്ലേ? അത് നിങ്ങളുടെ വൈഫ്? അതേ, എന്റെ ഭാര്യ, എനിക്കറിയില്ലോ ചോദിച്ചത്. അവളെ ഒരുപാട് എനിക്ക് മിസ്സാകാറുണ്ട്. ആണല്ലേ? നമുക്ക് അമ്മയെ ഒരുപാട്. അയ്യോ, അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസം പരിപാടിക്ക് പോകുമ്പോൾ അമ്മയുടെ കാലോട്ട് കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുള്ളൂ. എനിക്ക് ഭക്തി എന്റെ അമ്മേനാ. തീർച്ചയായിട്ടും അമ്മയോടുള്ള സ്നേഹം പാടുമ്പോഴും എന്റെ മുമ്പിൽ ഇങ്ങനെ അമ്മ തെളിഞ്ഞേക്കും. ആണല്ലേ? അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് മറ്റേ ബാനു, മറ്റേ എന്നാണോ എന്നാച്ചാ സ്വന്തം പെറ്റതള്ളയുടെ മറന്നു പേര് മറന്നുപോയി മകനാണ് ഇവൻ. കണ്ട, അച്ഛനാണ്. അമ്മയുടെ പേര് മറന്നു പോയടാ, അത് എന്റെ ഉപയോഗിച്ച് പറഞ്ഞു. അതെ, ഇവന്റെ അമ്മയുടെ പേര്, അതായത് എന്റെ ഭാര്യയുടെ പേര് ഈ നമ്മുടെ എന്നാണോ ഏതാടാ എന്റെ പൊന്നു ചേട്ടാ, ഇന്ന് രാവിലെയും കൂടി പുളിശ്ശേരി കറി കൂട്ടി ചോറ് ഇന്ന് ഇറങ്ങിയവരല്ലേ നമ്മള്. ആ കരടെ മണം വരെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ല. എന്നിട്ട് അമ്മയുടെ പേര് മറന്നുപോയെന്ന്. എത്ര വാങ്ങാൻ കഴിച്ചത് ഇന്ന്? 7. അത് കറക്റ്റായിട്ട് അറിയാം. സ്വന്തം ഭാര്യയുടെ പേര് പറഞ്ഞു. ആ അമ്മയുടെ പേര് എന്നാണോ നല്ല ടീമാണ് ചേട്ടാ. കേൾക്കണം, ഞങ്ങൾ എപ്പോ റിഹേഴ്സൽ ഇട്ടാലും കട്ടൻ ചായയുടെ മുന്നേ ഒന്ന് കുടിക്കും മക്കളെ കുടിക്കെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ സ്നേഹമുള്ള അമ്മയാണ്. പേര് മറക്കില്ല. ആശാനും മകനൊക്കെ എന്താടാ പേര് മറന്നു പോയത്? അമ്മയുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണോ ഏതാണോ നാവിന്റെ തുമ്പായിരിക്കണം. എന്നാണോ ഏതാണോ പറഞ്ഞ പറഞ്ഞുതരാം. ദിക്ക് മാറി നന്നായിട്ട് സംസാരിക്കുന്നു. പറയേ അമ്മയുടെ പേര്. അമ്മ. ഇത് മ്യൂസിക് ബാൻഡ് അല്ല, പിന്നെ മ്യൂസിക് പ്രാന്താണ്. മൂത്ത് വെള്ളം കോരി എന്താ തീപ്പെട്ടി താഴെയാണ്. എവിടെ എന്തിനാ ഇതെല്ലാം കത്തിക്കണേ? അതിന്റെ കാര്യം എന്തുവാ? മുണ്ടെടുത്തുറ. എന്തിനാ? ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ടോ? അതിന്റെ കാര്യം എന്തോ? എന്താണ് ഇത്? അപ്പൊ എന്റെ ഭ്രാന്ത് മാറിയാ? ഭ്രാന്ത് പകരുന്ന അസുഖം ഇപ്പോഴാണ് നമുക്ക് പിടികിട്ടിയത്. അയ്യോ, ഒന്ന് ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ആപ്പിളുടെ ഭ്രാന്ത് നമുക്ക് പകരും. എന്റെ ദൈവം തമ്പുരാൻ, എത്രാമത്തെ തവണ ഈ സാധനം ഇവിടെ ചക്കായി കിടക്കുന്നു. 2 കിലോമീറ്റർ പോലും ഓടാനുള്ള ത്രാണി ഇതിനില്ല. എന്നെയും ഇതിന്റെ അടി കയറ്റാതെ ഇവൻ അടങ്ങി. എന്റെ അമ്മേ, ഓ, ഓയിലൊക്കെ ലീക്ക് ചെയ്യുന്നുണ്ട്. ഈശ്വര, ഇതിന്റെ അടി മാറും. ഈ ഗിയർ ബോക്സിനാ കംപ്ലൈന്റ് തോന്നുന്നു. എന്റെ ദൈവമേ, ഒരു പാവപ്പെട്ടവന് വണ്ടി ഇടിച്ചിട്ടേക്കുന്നു. ഒരു കൂസലും ഇല്ലാതെ എല്ലാവനും. ഈശ്വര, തലയില്ലേ? ഞാൻ ഇതിന്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടാ കയറി കാലം ഇങ്ങോട്ട് ഇറങ്ങി പോ. ദൈവമേ, എന്ത് പറ്റി? പോവാ ഹോസ്പിറ്റലില്. കയ്യെന്ന് വിടുന്നു. ഞാൻ കയ്യെന്ന് വിടും. എന്നതായി കാണിക്കുന്നേ? ഞാൻ എന്നെ അറിഞ്ഞിട്ട് എന്നെ പിടിച്ച് ഇതിന്റെ ഇത് വലിച്ച് ഇറക്കിയത്. എന്തോ കുഴപ്പം? എടോ, ഇത് ചെറിയ വണ്ടി, അതിന്റെ അടിയിൽ ചെന്ന് കയറാൻ വേണ്ടി എന്തോരം പെടാപ്പാട് പെട്ടെന്നറിയോ? നിങ്ങൾ എന്തിനാ ആത്മഹത്യ ചെറിയ വണ്ടിയുടെ ഇടയിൽ കയറുന്ന?
ആത്മഹത്യ ചെയ്തെന്ന് ആരാ പറഞ്ഞു? പിന്നെ ഇത് 2 കിലോമീറ്റർ ഓടുമ്പോ പണി കൊടുക്കൊണ്ടിരിക്കുക ഈ സാധനം. ചുമ്മാ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എനിക്ക്. എന്താ ഇത്? പുകയല്ലേ? എന്താ പേര്? പുകയുടെ. പുകയുടെ അല്ല, തന്റെ പേരെന്താന്ന്? എന്റെ പേര് ജോബി പാല. ജോബി പാലായാലും തേനായാലും ശരി തന്നെ. ഈ ചക്ര വണ്ടി കൊണ്ട് ഇപ്പൊ ഇവിടെ സ്ഥലം കാലിയാക്കണം. ഇത് വലിയ വിശേഷപ്പെട്ട ഒരു വേദിയാണിത്. എന്നെ വിശേഷപ്പെട്ട വേദി. ഇതിന്റെ അകത്ത് എന്നാ സംഭവിച്ചെന്ന് അറിയാതെ എനിക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ? എന്താ സംഭവിച്ചത്? അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന സംഭവമാണ്. എന്നാ നോക്കട്ടെ സംഭവിച്ചെന്നാന്ന്. ഈ വണ്ടി ഇതെന്താ ഊര് കളയുന്നത്? എന്താ ഇത്? അത് വേണ്ടാത്ത സാധനം. വേണ്ടാത്ത സാധനം? അതെ അതെ, ഗിയർ ബോക്സ്. ഗിയർ ബോക്സാ? അത് വേണ്ടേ? അത് കാരണം ഈ പണ്ടാരി ഇത് ഇടയ്ക്കെല്ലാം നിന്ന് പോകുന്നത്. അതിനകത്ത് എവിടെയെങ്കിലും ഇട്ടേക്ക്, അത് അടയ്ക്ക്. ഈ സാധനം ഇതിനകത്ത് ആരൊക്കെ ഇവിടെ ഇരിക്കുന്നത്? ഇതിനകത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒച്ച കുറച്ച് പറ. ഇതിന്റെ അകത്ത് ഇരിക്കുന്ന ആരാന്നറിയോ? ആരാ? ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഉണ്ടോ? മുംബൈ നഗരത്തിലെ ഒരു പ്രധാന നഗരമാണ് ധാരാവി. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. ആ ധാരാവിയിലെ കിടുകിട വിറപ്പിച്ചൊരു ഗുണ്ടയാണ് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. ഇതിനകത്ത് ഈ കാറിൽ വന്നു. ഈ കാറിൽ വന്നേ. എന്നാ ഉണ്ടേനെ ഇനി പുറത്തോട്ടിറക്ക്. ആ ഉണ്ടേനെ ഇങ്ങ് വിളി. ഉണ്ടയല്ല, ഗുണ്ട. ഗുണ്ടേ? ഗുണ്ട. ഗുജറാത്തിന്റെ ഗുവും ഡാൽഡായുടെ ഡായും. എന്നാ ഡാൽഡായ കാറിനെ ഇങ്ങ് വിളിക്കും. ഇങ്ങ് വിളിച്ചിറക്ക്. താൻ വിളിക്കടോ. വല്ല കാര്യം ഉണ്ടായിരുന്നു. തനിക്ക് എന്താ പറ്റിയത്? താൻ ആരാണ്? ഞാൻ നെൽസൺ. ഹലോ ഹലോ, നെൽസൺ അല്ല, ഇനി ആരായാലും ഈ ചക്കട വണ്ടിയും കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് എടുത്തോളണം. അത് പറ്റില്ല. ഇവിടെ നല്ലൊരു പ്രോഗ്രാം നടത്തുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതെ, ഇവിടെ ഒരു ഗംഭീര ഷോ നടക്കുന്നു. അതെ, ഗംഭീര ഷോ നടക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ വണ്ടി ആവശ്യമാണെന്ന് എന്നോട് പറഞ്ഞു. അയ്യോ, ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ ഈ വണ്ടിയോ? അത് എന്നോട് പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു. ആര് പറഞ്ഞു? എന്റെ മനസ്സ് പറഞ്ഞു. തന്റെ മനസ്സ് പറയും പോലെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതെയോ? അതെ, എത്രയും പെട്ടെന്ന് ഇതെന്തോ ഇതാണോ ഗസ്റ്റിന് വരാൻ പോകുന്ന വണ്ടി? നല്ല വണ്ടിയല്ലേ, ചുമപ്പും ഉണ്ട് വെള്ളയും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താ പുട്ട വിൽക്കുന്നോ? നന്നായിട്ട് പുകയും വരുന്നുണ്ടല്ലോ. പുട്ടല്ല, ഇഡലി. ഇതെടുത്ത് മാറ്റണോ താൻ ആദ്യം? അങ്ങനെ മാറ്റാൻ പറ്റില്ല. എന്തേ? എന്റെ സുഹൃത്തുക്കളുണ്ട്. ഏത് സുഹൃത്ത്? എന്ന് വിളിക്കാം. വിളിക്കാം. ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ എന്റെ സുഹൃത്തുക്കൾ. ഇത് ദിലീപ്. അവൻ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഇവൻ സുഭാഷ്. പാക്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സുഭാഷ് എന്നാണ് പേര്. ഇവൻ എപ്പോഴും എവനോടൊപ്പം ഉണ്ടായി. എന്റെ കൂടെ. അതെന്താ, തനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണോ? എവന് പേടിയില്ല. എവന് വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. അതുകൊണ്ട് എവന്റെ കൂടെ എപ്പോഴും നടക്കും. ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനാ ഈ മെക്കാനിക്കിനെ കൊണ്ട് നടക്കുന്നത്? അയ്യോ, അത് എപ്പോഴും ഈ വണ്ടിക്ക് വലിയ കുഴപ്പമില്ല, എങ്കിലും വണ്ടി ഒന്ന് ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടി ഇയാളെ ഞാൻ ഉപയോഗിക്കുന്നു. അത്ര തന്നെ. ഓക്കെ, അതെ അതെ. അപ്പൊ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഈ ചപ്പട്ട വണ്ടി എടുത്ത് സ്ഥലം വിട്ടോ. സ്ഥലം വിട്ടോളാൻ. ഭീഷണിയാണോ? അതെ, ഭീഷണി ആണെങ്കിൽ എന്നോട്. ഈ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? എവിടുത്തെ? ബോംബെയിലെ. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ചെന്ന് വെച്ചാൽ. പോലീസ് സ്റ്റേഷനോ? പിന്നെ അയ്യോ, ശരിക്കും പറയേണ്ടത് പോലീസ് സ്റ്റേഷൻ. ഞങ്ങൾ വലിയ വലിയ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനെ പറയൂ. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ തന്നെ അന്വേഷിച്ചാൽ അറിയാം. എന്റെ പേരിൽ 3 കേസാണുള്ളത്. 3 കേസ്. അന്വേഷിക്കുക. 3 കേസുണ്ട്. ബോംബെയിലല്ലേ? ബോംബെ ഗുണ്ടയാണ്. ഈ ധാരാവിന്ദ്ര ബോംബെ സൈഡല്ലേ? ബീഫ് കഴിച്ചതിന്റെ കേസായിരിക്കും. നീ പറഞ്ഞോടാ? ഞാൻ പറഞ്ഞൊന്നുമില്ല. നീ പറഞ്ഞോടാ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എങ്ങനെ ഞാൻ തിന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? ബീഫ് എങ്ങനെ അറിഞ്ഞു? എടാ, തന്റെ കോല കണ്ടാൽ അറിയാം തനിക്ക് കുറച്ച് കൊളസ്ട്രോളിന്റെ കുറവുണ്ടെന്ന്. അപ്പൊ എന്തായാലും ബീഫ് കഴിക്കുമെന്നറിയാം. ഞാൻ ബീഫ് മേടിക്കും. സത്യം. ബീഫ് മേടിച്ച് ഞാൻ കഴിക്കാനായിട്ട് വെച്ചാൽ ഇത് രണ്ടുകൂടെ അങ്ങ് വീതിച്ചെടുക്കും. എന്നെ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? എവനെ നോക്ക്. ബീഫ് കഴിച്ച് ഇവനെ മുഖം ശ്രദ്ധിച്ചേ. 2 കൊമ്പൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ബീഫ് ആയില്ലേ? മുഖം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ചില നേരത്തെ ഇവന്റെ മുഖം തവളയുടെ കണക്കിരിക്കുക. തവള തിന്നൂടാ നീ? പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്ന മുഖം? എന്തോ ചെയ്യാനാ. ഓക്കെ, ഇത്രയൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം അടുത്ത പ്രോഗ്രാം റെഡിയായി കഴിഞ്ഞു. മാറിക്കോ.
ഇത്രയൊക്കെ നമ്മൾ സ്നേഹമായിട്ട് സംസാരിച്ചിട്ടും ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ? ഇല്ല, നിനക്ക് ഇവിടെ ചാൻസ് ഇല്ലാന്നേ. ഇല്ലെന്നാ? ഇല്ല. ഇത്രയും പരിസ്ഥിതിക്ക് ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നിന്നിട്ട് കാര്യമില്ല. വന്നിടാ ബീഫുകളെ, ഈ കുള്ളനും വാ. പക്ഷേ ഒരു നിമിഷം ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. പിന്നെ അപ്പുറം മാറി നിൽക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഇനി വരാം. ഉറപ്പായിട്ടും വിളിച്ചിരിക്കുന്നു. താങ്ക് യു നെൽസൺ ആൻഡ് ടീം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇതോടെ ഈ സമയത്ത് ഫോൺ ആരാ ചെയ്യുന്നത്? ഇതും കേടായി ചേട്ടാ, ഇതും കേടായി. ചൈനയുടെ സെറ്റ് ആയിരിക്കും. ചൈനയുടെ സെറ്റ് എല്ലാം 6 മാസം ഗ്യാരണ്ടി കാണും. എങ്ങനെ അറിയാം? ചൈന സാധനങ്ങളെല്ലാം അതുപോലെ തന്നെ. ഉദാഹരണത്തിന് ഇപ്പൊ അശ്വതിക്ക് അറിയോ, വലിയൊരു സംഭവം ഉണ്ട്, നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചൈനയ്ക്ക് മാത്രം ക്രിക്കറ്റ് ടീമില്ല. ശരിയാണല്ലോ. ശരിയാ. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന 11 ടീമംഗങ്ങളെ കണ്ടാലും ഒരുപോലെ ഇരിക്കും മുഖമൊക്കെ ഇങ്ങനെ. ഇപ്പൊ ഔട്ടായവൻ തന്നെ എടുത്തോണ്ട് വെച്ച് വീണ്ടും ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയാൻ പറ്റില്ലാന്നേ. അതുകൊണ്ടാണ് ചൈനയ്ക്ക് ഒരു ക്രിക്കറ്റ് ടീം ഇല്ലാത്തത്. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല ചേട്ടാ, ചൈനയിൽ എന്താ പോപ്പുലേഷൻ, ഏറ്റവും പോപ്പുലേഷൻ ഉള്ള കൺട്രിയല്ലേ ചൈന. പക്ഷെ ഇന്ത്യയിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടല്ലോ. പോപ്പുലേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് പൊല്യൂഷൻ ഇല്ല. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു കണക്ക്. ചേട്ടൻ അറിയുമെന്നറിയില്ല. ചൈനയില് 5 മിനിറ്റ് കൂടുമ്പോ ഒരു സ്ത്രീ പ്രസവിക്കുന്നുണ്ട്. ദൈവമേ, 5 മിനിറ്റ് കൂടുമ്പോ പ്രസവിക്കുന്ന സ്ത്രീ ആരാതെ എനിക്കൊന്ന് കാണണമല്ലോ. ഇപ്പോഴൊക്കെ ജീവനോട് ഇവരുടെ ഇരിപ്പുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ഒരു കണക്ക് പറയട്ടെ എന്ന്. എന്നാലും ഒരു കൈ കണക്കില്ലാതെ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ പ്രസവിച്ച് കൂട്ടാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലല്ലോ. ഇതൊന്നും നോക്കിയ ചേട്ടൻ, ഇതെന്താ ഇതെന്താന്ന് പറഞ്ഞേ? ഒട്ടകത്തിന്റെ മുട്ട. അയ്യേ, ഇത് ഒട്ടകത്തിന്റെ മുട്ടയൊന്നല്ല, നോക്ക്. ഇത് ചന്ദ്രനിൽ നിന്ന് എടുത്ത ഭൂമിയുടെ പിക്ചറാണ്. ഈ ലൈൻ കണ്ടോ? ഇതെന്താന്ന് മനസ്സിലായോ? അതിവിടെ ഈ ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാത്തത്, പ്രത്യേകിച്ച് ഈ സമയത്ത് ബാറുകളെല്ലാം അടച്ചപ്പോ ഉള്ള ബിവറേജിന്റെ ക്യൂ ആണ്. അയ്യോ, ഒരു ബിവറേജസിന്റെ ക്യൂ അല്ല, ഇതാണ് ചൈനീസ് വൻമതിൽ, ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ബിവറേജിൽ പോയി ഇതെല്ലാം അടിച്ചാലും അവന്മാരും വെക്കും ഗ്രേറ്റ് വാൾ. ചൈനയിൽ വേറെ മനോഹരങ്ങളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചൈനീസ് സംഗീതം. എന്താ അതിന്റെ ഒരു മനോഹാരിത, എന്താ അതിന്റെ ഒരു വശ്യത, കേട്ടാൽ ആരും മയങ്ങിപ്പോകും. ദൈവമേ, പറഞ്ഞപ്പോഴേ തന്നെ അശ്വതി അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ എന്തായാലും നമുക്ക് കാണാനുള്ള ആകാംക്ഷയോട് കൂടിയിരിക്കുകയാണ്. റെഡി, വാച്ച് ഇറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് ഫോക്ക് ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കലാപ്രകടനം കാണുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ചേട്ടനോ? എല്ലാവർക്കും ഓക്കെ. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നമുക്കോ? ചേട്ടാ, എനിക്ക് എന്താ പറയേണ്ടത് അറിയത്തില്ല, അത്രയ്ക്ക് ഇഷ്ടമായി. പക്ഷെ കണ്ടിട്ട് അങ്ങോട്ട് കൊതി തീർന്നില്ല. നമുക്ക് ഒന്നും കൂടെ ചോദിച്ചാലോ? തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം കൂടെ അവര് കളിക്കും. ചേട്ടൻ പറഞ്ഞാൽ മതി. ചേട്ടനാകുമ്പോ ചൈനീസ് അറിയാന്ന് ഇന്നലെ പറഞ്ഞല്ലോ, ഒരു ചാൻസും കൂടെ ആവുമല്ലോ. ചൈനീസ് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല ഞാൻ. നീ വെറുതെ അറപ്പിക്കരുത്. ഇത് വല്ല ഇതിനോടും ഇതൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണത് വെറുതെ. ഇല്ല, അതിലൊന്നും കിട്ടുന്നില്ല. അതെ, ഈ സോങ് നീ വെറുതെ നീ അങ്ങോട്ട് ചോദിക്കൂ. ഒരു ഇത്
അല്ല, ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. ഞാനത് ചോദിക്കട്ടെ, ഇത് മലയാളത്തിലെ ഒരു നല്ലൊരു നാടൻ പാട്ടുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. എനിക്ക് തോന്നിയതല്ല, ഇത് സത്യമാണ്. സത്യമാണ്. ഒരു കാര്യം ചെയ്യ്, ഒന്ന് ക്ലിയർ ആക്കണം. വേറൊരു പാട്ടും കൂടെ പാടിക്കാൻ. വേറൊരു ചൈനീസ് One more, another Chinese song. കേരളത്തിലെ അടിപൊളിയായിട്ട് ഓടുന്ന നാടൻ പാട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി ചൈനീസ് എന്ന്, ചൈനയിലെ മെയിൻ പാട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണം അല്ലേ? മാത്രല്ല ഇവരെ കണ്ടല്ലറിയാം, ഇവർ ചൈനീസുകാരനല്ല. ഇത്രയും പൊക്കമുള്ള ഒരുത്തനൊന്നും ചൈനയിൽ ഉണ്ടാവൂല. നീ ആരുടെ ചൈനയിലെ ക്യാപ്റ്റൻ രാജുവാ? മലയാളം പറയുന്നു, ചൈനക്കാരനെന്ന് പറഞ്ഞിട്ട് മലയാളം പറയുന്നു. ഇല്ല, ഇങ്ങനെ പറയും. നിങ്ങളാരാ? ഞാൻ മലയാളി. അതെ, മലയാളികൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറയാം. നമുക്ക് ചൈനക്കാർക്ക് മലയാളം പറഞ്ഞുകൂടാ? അല്ല, നിങ്ങൾ ഈ മലയാളികൾ ബംഗാളികൾ മാത്രമേ അംഗീകരിക്കൂ. ആരാന്ന് പറയും? ഞാൻ ശിവദാസ് മാട്ടറി. ഞാൻ ബിജു. ഞാൻ രാകേഷ്. ഞാൻ ജോബി. അല്ല, നിങ്ങളതിനാ ഈ വേഷം മാറി ഇങ്ങോട്ട് വന്നത്? ഇതിൽ കയറിപ്പറ്റാൻ ഇങ്ങനെ ഒരു മാർഗം കണ്ടിട്ടില്ല, അതുകൊണ്ടാ. അല്ല, അപ്പൊ ചൈനയിൽ നിന്ന് വന്ന ശരിക്കുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ? അവരെ കെട്ടിയിട്ടല്ലേ ഈ വേഷത്തിൽ ഞങ്ങൾ വന്നേക്കണത്. വായിൽ തുണിയും കുത്തിക്കെട്ടിട്ടുണ്ട്. മഹാഭാവികളെ, ചൈനയിൽ നിന്ന് വന്ന മെയിൻ കലാകാരനെ കെട്ടി പഴന്തുണിയും കെട്ടി വെച്ചേക്കാണോ? അത് ആരാന്നറിയോ? ചൈനയിലെ കലാഭവൻ മണിയാണ്. നമുക്ക് പോയി ആളുടെ കൂടെ ഒരു സെൽഫി എടുക്കാം. ഇതാണ് ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു കുഴപ്പം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരിക്കലും ഇവരൊരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള തിരിച്ചറിവ് ഇവർക്കില്ല. ഇവരെന്തിനാ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോ ഉടനെ ചെന്ന് സെൽഫി എടുക്കാൻ പോകുന്നു? വളരെ മോശമാണ്. എവിടെ പോവാ? ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് വരട്ടെ. വെഞ്ഞാറമൂടിന്റെ അഭിമാനം സുരാജ് ഫ്രം വെഞ്ഞാറമൂട്. ആരെ വീടാ? കല്യാണം കഴിച്ചാണ്. നീ ചുമ്മാതല്ല ഇങ്ങനെ നിന്ന്, നല്ല സുഖോടെ. ഗംഭീരമായ തുടക്കം. അതുക്കും മേലെ അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. നിന്റെ ഒന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? വീട്ടിൽ പൊടി, എടി വീട്ടിൽ പോകാൻ. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലെ ചിരി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കാത്തിരിക്കുക കൂടുതൽ കാഴ്ചകൾക്കായി വരും ദിവസം.